ഹായ് ഹലോ നമസ്കാരം. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളൊരു കിഡിലെ ഒരു സ്റ്റാർ ആയിട്ടാണ് വന്നിട്ടുള്ള ഒരു 3D സ്റ്റാർ ചെയ്യാൻ നമുക്ക് കേട്ടോ. അപ്പൊ ക്രിസ്മസ് ആയിട്ടൊക്കെ വരില്ലേ. അപ്പൊ അതിനായിട്ട് 5 ഒരേ സൈസിലുള്ള ഒരേ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് തന്നെ ഓരോന്നും നടുക്ക് മടക്കി എടുക്കുക. സെയിം സൈസിൽ ഇങ്ങനെ മടക്കി എടുക്കുക. മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ മടക്ക് നിവർത്തി രണ്ട് ഭാഗത്തു നിന്നും നടുക്കിലേക്ക് മടക്കുക. നടുക്കിലേക്ക് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് മടക്കി അതിന്റെ തൊട്ട് മുകളിലായിട്ട് വേണം മറ്റതിനെ മടക്കി വെക്കാൻ കേട്ടോ. അതായത് നമുക്ക് അതിനെ ഗ്ലൂ തേച്ചിട്ട് അവിടെ ഒട്ടിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ മടക്കാൻ പറയുന്നത് കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി ഒട്ടിക്കാം. ഒട്ടിക്കണ്ട, ആദ്യം നമുക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്നും ഓരോ സെന്റിമീറ്റർ വീതം വീണ്ടും നമ്മൾ മടക്കിയെടുക്കണം. അപ്പോൾ മടക്കിയെടുത്തതിന് ശേഷം ഇനിയുള്ളതാണ് ഇതിൽ ആകെ ശ്രദ്ധിക്കാനുള്ളത്. വേറെ ഒരു പരിപാടിയില്ല. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ ആണ് കേട്ടോ. അത് ഒരു 3D സ്റ്റാർ ആണ്. അപ്പൊ രണ്ട് സൈഡും മടക്കിയതിന് ശേഷം ആ മടക്കൊന്ന് നിവർത്തി ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി അതിനെ ആ മടക്കൊന്ന് സെറ്റ് ആക്കി കൊടുക്കണം. കണ്ടോ, ഉള്ളിലേക്ക് ആ മടക്ക് വരുന്ന പോലെ നമ്മൾ അങ്ങനെ മടക്കിയിട്ട് ഒന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ഇതിനെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കണം. ഓരോന്നും ഇങ്ങനെ 5 നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. 5 റെഡിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഗ്ലൂ തേക്കാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഓരോന്നിനും അതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാർ ചെയ്യാൻ നമുക്ക് വൈറ്റ് പേപ്പറിലും, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ കളറൊക്കെ യൂസ് ചെയ്യാൻ തോന്നും. ഞാൻ ഒരു സെയിം കളറിലാണ് എല്ലാം എടുത്തിട്ടുള്ളത്. വേറെ വേറെ ആയാലും ഒരു വെറൈറ്റി ആവും കേട്ടോ. അപ്പൊ നമ്മളിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചിട്ട് ഉള്ളിലോട്ട് നമ്മളൊന്ന് കൈ ഇട്ടിട്ട് ആ ഒരു ഉള്ളിൽ ഒട്ടാണ്ട് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിക്കഴിഞ്ഞാൽ റെഡി ആവില്ല. എന്നിട്ട് അതിന് നമ്മൾ വീണ്ടും ഇതുപോലെ ഒന്നുകൂടി മടക്കണം. മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഓരോന്നും ഇതുപോലെ കിട്ടും. അപ്പൊ നന്നായിട്ട് മടക്ക് നല്ല അമർത്തി മടക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നിന്റെയും നടുക്ക് ഇതുപോലെ നടുക്കിലൂടെ പശ തേച്ചിട്ട് ഒന്ന് അതിന്റെ മുകളിൽ ഒട്ടിക്കുക. പിന്നെ വീണ്ടും നമ്മൾ പശ തേക്കുക നടുക്ക് കൂടെ. എന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ വെച്ചിട്ട് ആ 5 അതുപോലെ നമ്മൾ വരച്ചെടുക്കണം, ഒട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഒരു ത്രികോണം വരച്ചെടുക്കുക. അതായത് ആ ഒരു കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഒരു ത്രികോണം വരച്ചിട്ട് അതിനെ നമ്മൾ ഒരു കത്രിക വെച്ചിട്ട് മുറിക്കുക. അപ്പൊ അതിന് ശേഷം ഫൈനലായിട്ട് നമ്മൾ പുറം ഭാഗത്തും കൂടി പശ തേച്ചിട്ട് അതിനെ ഒന്നായിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഒട്ടിക്കുക കേട്ടോ. ഒട്ടിക്കുമ്പോൾ സെന്ററിൽ ഒരു ത്രെഡ് കൂടി വെച്ചാൽ നമുക്ക് തൂക്കി പിടിക്കാനുള്ള സെറ്റപ്പ് കൂടി ആവും. അപ്പൊ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഒരു 3D സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. റെഡിയായി വരുമ്പോൾ നമ്മൾ സെന്ററിൽ ഒരു എന്തെങ്കിലും സ്റ്റോണോ കാര്യങ്ങളോ വെച്ചാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലത്തെ 2 സ്റ്റാർ റെഡി ആക്കിയിട്ടുണ്ട്. ഒരു റെഡ് കളർ, ഒരു ഗ്രീൻ കളർ കേട്ടോ. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള വർക്കാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഓക്കെ.